സുവിശേഷം അറിയേണ്ടതിന് ഈ രണ്ട് നിയമങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ആ പഴയ നിയമത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നോ, 8-ാം അധ്യായം എബ്രായ ലേഖനം, അതിൽ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാവോ? എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. നോക്കൂ, ഞാൻ പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പഴയ നിയമത്തിൽ ഒരു പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും. എന്താണ് ആ നിയമം? ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പഴയ നിയമത്തിൽ ദൈവം ജനത്തെ കൊണ്ടുവന്നു, മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. കൊണ്ടുവന്ന വഴിക്ക് സീനായി മലയിൽ വെച്ച് ദൈവം ഇറങ്ങി വന്ന്, ആ മലയിൽ ദൈവം ഇറങ്ങി വന്നു. പട്ടാപ്പകൽ എല്ലാരും കാങ്ക ഭയങ്കര മഹിമയിൽ ദൈവം ഇറങ്ങി വന്നു. ഭയങ്കര തീയായിരുന്നു ആ മലയുടെ മണ്ട മുഴുവൻ. അങ്ങനെ മലയുടെ മണ്ട മുഴുവൻ ഭയങ്കര തീ കാലിക്കൊത്തിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ടല്ല ദൈവം വന്നത്. ദൈവം നേരത്തെ വിളംബരം ചെയ്തിരുന്നു വരുന്നുവെന്ന്, ജനം തയ്യാറായിരിക്കണമെന്ന് വിളംബരം ചെയ്തു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഭയങ്കര മഹത്വത്തിൽ ഇറങ്ങി വന്ന് ദൈവം അവരോട് തന്റെ നിയമം പറഞ്ഞു. നിയമം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ആചരിക്കുവാനുള്ള പാവനമായ നിയമമാണ്. ആ നിയമങ്ങൾ വാസ്തവത്തിൽ എക്കാലത്തേക്കും ബാധകമാണ്. താനും അതിന്റെ പ്രധാന ഭാഗങ്ങൾ 10 കൽപ്പനകൾ എന്ന് നമ്മൾ പറയുന്ന കാര്യം വാസ്തവത്തിൽ അതിപ്പോ ഏതൊരു ജാതിയുടെ അരികെ പോയാലും 10 കൽപ്പന അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് മുഴുവനും മനുഷ്യന്റെ സമ്പ്രദായത്തിൽ കിടക്കുന്ന കാര്യമാണ്. അത് അതുപോലെ പാലിക്കണമെന്നുള്ളത് പൊതു ലോകത്തിന്റെ ഒരു ബോധ്യമാണ്. കേവലം മതത്തിന്റെ ഭാഗം അല്ലത്, അത് ദൈവത്തിന്റെ നിത്യമായ വിശുദ്ധമായ പ്രമാണങ്ങളാണ്. അങ്ങനെ ദൈവം അവർക്ക് നിയമം കൊടുത്തെങ്കിലും ഇവിടെ പറയുന്ന എന്റെ പ്രമാണത്തിൽ അവർ നിലനിന്നില്ല. അത് പാലിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ദൈവത്തിന്റെ നിയമങ്ങൾ ഭയങ്കര വിശുദ്ധ നിയമങ്ങൾ, പാവനമായ നിയമങ്ങൾ, അതെല്ലാം പാലിക്കാൻ ഈ ശരീരത്തിന് കഴിവില്ലാത്തതുപോലെ. തിരുവചനത്തിൽ യെശയ്യാ പ്രവചനത്തിന്റെ വാക്യമുണ്ട്, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ വിചാരങ്ങളല്ല നമ്മുടെ വിചാരങ്ങൾ, ദൈവത്തിന്റെ വഴികളല്ല നമ്മുടെ വഴികൾ. ഇവ തമ്മിൽ ഭയങ്കര വ്യത്യാസം. എന്താ വ്യത്യാസം എന്നറിയാമോ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വഴികളെക്കാൾ ദൈവത്തിന്റെ വഴി ഉയർന്നിരിക്കുന്നു. അപ്പോഴേ മനുഷ്യൻ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ വഴി എവിടാണെന്ന് നോക്കൂ, അങ്ങ് ആകാശത്ത്. നമ്മൾ നിൽക്കുന്നത് എവിടെ? തറയിൽ, ഈ ഭൂമി. അപ്പൊ ഈ ഭൂമിയിൽ നിൽക്കുന്ന നമ്മൾ ആകാശത്തിന്റെ അത്രയും ഉയരമുള്ള ദൈവത്തിന്റെ വഴി കയറി നടക്കണമെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് പറ്റും? നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും നിങ്ങളുടെ കാലെടുത്ത് പൊക്കിയാൽ, അഭ്യാസി പോലും കാല് പൊക്കിയാൽ അയാളുടെ തലയുടെ വരെ പൊക്കത്തുള്ളൂ. പിന്നെ ആകാശത്തുള്ള ദൈവത്തിന്റെ വഴിക്ക് കയറാൻ ആരെ കൊണ്ട് പറ്റും? നിങ്ങൾക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ള കാലത്ത് 1 അടി 2 അടിയൊക്കെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമായിരിക്കും. അതേസമയം ഇച്ചിരി പ്രായമായാലോ പാടല്ലേ സ്റ്റെപ്പ് കയറാൻ? ഞാൻ വീട് പണിഞ്ഞപ്പോ ഇച്ചിരി ഉയരത്തിൽ സ്റ്റെപ്പ് ഉണ്ടാക്കി. എനിക്ക് അങ്ങനെ പണിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ പണിയുന്നതിനേക്കാൾ 1 2 ഇഞ്ച് ഉയരം കൂട്ടിയാണ് എന്റെ സ്റ്റെപ്പ് ഇട്ട് പണിഞ്ഞത്. അന്ന് കുറച്ച് ചെറുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോഴേ കേറും എന്ന് പറഞ്ഞാലും അങ്ങനെ അങ്ങ് കയറാൻ പറ്റില്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ ഏറെക്കുറെ മിക്കപ്പോഴും രാവിലെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നാൽ പിന്നെ രാത്രി കിടക്കാനേ തിരിച്ച് കയറാറുള്ളൂ. കാരണം ഈ സ്റ്റെപ്പ് കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോ ഈ സ്റ്റെപ്പ് എന്തോ ഒരു ഭയങ്കര സ്റ്റെപ്പ്, അങ്ങ് മണ്ടക്കിരിക്കുന്ന സ്റ്റെപ്പിന് നമ്മൾ കയറണമെന്ന് പറഞ്ഞാൽ ആർക്ക് ആരോഗ്യം ഉണ്ടെന്നേ, ആരുടെ കാല് പൊങ്ങും? ദൈവത്തിന്റെ ഈ വിശുദ്ധ വഴിക്ക് കയറാൻ മനുഷ്യന്റെ ജഡത്തിന് അതിന് കഴിവില്ലായിരുന്നു. സ്തോത്രം. കേൾക്കണേ, ആ വഴിക്ക് കയറണമെങ്കിൽ ജീവനുള്ള പുതുവഴിയില്ലാതെ അവിടെ കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി വേഗം തെളിച്ചത് പറയാം. അത്യുന്നതമായ ദൈവത്തിന്റെ വഴിക്ക് കയറാൻ നിങ്ങളുടെ മുഴുവൻ ബലവും
ഉപയോഗിച്ചാൽ, നിങ്ങൾ സകല പരിശ്രമവും ചെയ്താൽ, നിങ്ങൾ എന്തെല്ലാം ശിക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ ചെയ്താൽ, നിങ്ങൾ എന്തെല്ലാം മതാനുഷ്ഠാനങ്ങൾ ചെയ്താലും ആ വഴിക്ക് കയറാൻ പറ്റില്ല. ആ വഴിക്ക് കയറ്റുവാൻ കഴിവുള്ള ഒരുത്തനുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വിശ്വസിക്കുന്നവന്റെ അകത്തോട്ട് ഇതങ്ങോട്ട് ഇറങ്ങും. ഉച്ച മുതൽ ഉള്ളക്കാല് വരെ ഇതങ്ങോട്ട് ഇറങ്ങും. ഇതങ്ങോട്ട് ഇറങ്ങിയാൽ സ്തോത്രം, ഞാൻ മുമ്പ് പറഞ്ഞ സ്റ്റെപ്പ് പോലെയല്ല, ഭയങ്കര ഉയരമുള്ള കെട്ടിടങ്ങൾ പണിതും വെച്ച് ലിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? സ്തോത്രം. നമ്മുടെ രാജ്യത്തും ഉണ്ട് കുറെ ഉയർന്ന കെട്ടിടങ്ങൾ. നമ്മുടെ സാധാരണ പട്ടണങ്ങളിൽ അധികം ഉണ്ടാവില്ല. എങ്കിലും വലിയ വലിയ പട്ടണങ്ങളിൽ പോയാൽ 10, 50, 70 നില കൊണ്ടുള്ള കെട്ടിടങ്ങളില്ലേ? ലോകത്തിൽ എത്രയോ വലിയ കെട്ടിടങ്ങളുണ്ട്. അതിനകത്തെ നടന്നു കയറാൻ പറ്റില്ല ആ മേപ്പോട്ട്. പക്ഷേ വല്യമ്മച്ചിയാണെങ്കിൽ പോലും അതിനകത്തുള്ള ആ ലിഫ്റ്റിലോട്ട് വെച്ച് അതിന്റെ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഒറ്റ പോക്ക് പോവില്ലേ? അത്രയും ഒരു സമ്പ്രദായം ദൈവം തന്റെ ആത്മാവിനാൽ ഇതിനകത്തുണ്ടാക്കുന്നു. ഹല്ലേലൂയ. പാവനമായ ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ പയ്യപ്പാടി നാട്ടുകാരെ ഒരു വഴിയുണ്ട് എന്ന് ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു. അതിന് ദൈവം കൊടുത്ത ദാനമാണ് തന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിന് പരിചയമുണ്ടെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എല്ലാ ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നു. പിതാവുണ്ടെന്നും പുത്രനുണ്ടെന്നും പരിശുദ്ധാത്മാവുണ്ടെന്നും എല്ലാ ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് മാത്രമല്ല, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മധ്യശരീരത്തിൽ ഈ ആളത്വത്തിൽ ഇറങ്ങി വന്ന് താമസിക്കാൻ ദൈവം തീരുമാനിച്ച് അങ്ങനെ അത്ഭുത പ്രതിഭാസം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ലോകത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള ഒരു ഭയങ്കര ദൂത്. ആമേൻ. പാപം വിടുന്ന പാടാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കും. പക്ഷേ ഈ ആത്മാവിനെ അറിയാവുന്നവരോട് ചോദിച്ചു നോക്കൂ. ഞാൻ പറയുന്നു, ഏത് നാട്ടിലും ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതകരമായി രൂപാന്തരപ്പെട്ട മനുഷ്യരെ കാണിക്കാൻ ധാരാളമുണ്ട്. ഒരു ദിവസം കൊണ്ട് നിർത്താൻ മേലാത്ത മദ്യപാനം, കാലങ്ങൾ കൊണ്ട് നോക്കിയിട്ട് നിർത്താൻ പറ്റാത്തത് ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ എടുത്തു പറഞ്ഞ കാലങ്ങൾ കൊണ്ടല്ല. ഒരിടത്ത് അവരെ വിട്ട് കാലങ്ങൾ ഡിസിപ്ലിൻ ചെയ്തിട്ടല്ല, ഒത്തിരി പഠിപ്പിച്ചിട്ടല്ല. ഒരു ദിവസം യേശുവിന്റെ രക്തം അവരുടെ മേൽ തളിച്ച് ആത്മശക്തിയുടെ വ്യാപാരം ഇറങ്ങി വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട്. അയ്യപ്പനിക്കാരെ, ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ആ ക്രിസ്തു അകത്തിറങ്ങി വരട്ടെ. ആ പരിശുദ്ധാത്മാവ് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ നിങ്ങളിൽ താമസിക്കാൻ ഇറങ്ങി വന്നാൽ നിങ്ങൾ അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എനിക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാം, ദൈവത്തിന്റെ വഴിയിൽ നടക്കാം, വിശുദ്ധമായി ജീവിക്കാം, പാപം വിട്ട് ജീവിക്കാം, അത്ഭുതകരമായ ദൈവകൃപ എനിക്ക് അനുഭവിക്കാം എന്ന് സാക്ഷ്യം പറയാൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ആളുണ്ട്. ഉത്തരം, ആത്മലോകത്തിൽ ഇച്ചിരി അലസന്മാരുണ്ടെന്നുള്ള സത്യമാണ്. അതൊക്കെ അവിടെ കിടക്കും. നേരെ ചൊവ്വ ജീവിക്കുന്ന ദൈവശക്തിയുടെ സാക്ഷികളെ നാടിന്റെ മുൻപാകെ ഓരോ നാട്ടിലും നിരത്താനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനത്തിന് വിളിച്ചു പറയാണ്, സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്ന ഒന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കയറി പോണം. അവിടെ നമ്മൾ പറഞ്ഞു വന്നത്, പണ്ടത്തെ നിയമം അനുസരിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ, ശരീരത്തിന് അതിന് കഴിവില്ല, ജഡത്തിന് അതിന് കഴിവില്ല. ഈ മനസ്സുകൊണ്ട് ആലോചിച്ചാലൊന്നും ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. മനസ്സിന് അതിന് കഴിവില്ല. അതുകൊണ്ട് എന്തോ പറഞ്ഞു, ബാക്കി വായിച്ചാൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാനത് ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. പണ്ട് കല്ലേലെഴുതി, പഴയ നിയമത്തിൽ കല്ലേലെഴുതി മോശയുടെ കയ്യിലേൽപ്പിച്ചു.
ഇപ്പൊ പറയുന്നത് ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഈ മാംസത്തെ കൊണ്ട് എഴുതി പോകും. സ്തോത്രം. മറ്റേത് കല്ല് തിരക്കി പോണം. കല്ല് കൊണ്ട് നടക്കാം. കല്ല് കട്ടിയുള്ളതല്ലേ, വലിയ കല്ല്, അത് എടുത്തോണ്ട് നടക്കാൻ പറ്റുമോ? ഇപ്പോഴേ ദൈവം തന്റെ നിയമം അവരുടെ ഹൃദയങ്ങളിലാക്കി, ഉള്ളിലാക്കി, ഹൃദയങ്ങളിലും. ആമേൻ. പകൽ നടക്കുമ്പോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം. നടക്കുമ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം. കിടക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം. രാത്രി ഒന്ന് ഉണർന്നു വന്നാൽ അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം. ആർക്കും മായിച്ചു കളയാൻ കഴിയാതെ വണ്ണം അന്തരംഗത്തിൽ എഴുതുന്ന, ജീവിതത്തിൽ ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ഒരു പുതിയ നിയമമുണ്ട്. പുതിയ ഒന്നിനെ സ്ഥാപിക്കുവാൻ ദൈവം പഴയതിനെ മാറ്റി. എന്ന് പറഞ്ഞാൽ പഴയ നിയമം മൊത്തം മാറിപ്പോയെന്നല്ല. പഴയ നിയമത്തിൽ കുറെ നിത്യപ്രമാണം, അത് ഒരു മാറ്റവും ഇല്ല. എന്നാലും അന്നത്തെ ചില കാര്യങ്ങൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറെ സാദൃശ്യ പാഠങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ എല്ലാം സത്യം വന്നു കഴിഞ്ഞപ്പോ സാദൃശ്യ പാഠം അവസാനിച്ചു. സ്തോത്രം. ചില ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് മനുഷ്യന് യാഗം കൊടുത്തു. ഞാൻ പിന്നീട് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യാഗം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? വളരെ ലളിതമാണ്. വലിയ ആഴമുള്ളതാണ്, എന്നാലും ലളിതമായിട്ട് ഞാനങ്ങ് പറയാം. വേദപുസ്തകം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിനെ കൊല്ലണം. അത്രയ്ക്ക് ഗൗരവമാണത് പാപം. അങ്ങനെ കേട്ട ആളുകളായിരിക്കും അവിടെ അതും തന്നെയായും പാപം ചെയ്യുന്നവനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമാണ് പാപം. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കുറെ പേര് കല്യാണം കഴിച്ച് വരുമ്പോഴാണുള്ളവരൊക്കെ അല്ലേ? നിങ്ങളുടെ ചെറുക്കനോട് ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ കൊഞ്ഞണം കുത്തി കാണിച്ചുമ്പോൾ തിരിച്ചൊരു ഓട്ടം ഓടുക. നിങ്ങൾക്ക് എന്തോ തോന്നും? അയ്യ, എൻ്റെ ചെറുക്കൻ മഹാ വിട്ടുക്കൻ എന്നാണോ പറയുന്നത്? എൻ്റെ ചെറുക്കനെ കൊഞ്ഞണം കുത്തിയിട്ട് തിരിച്ചോടി കൊള്ളാണോ മനെ, നീ മിടുക്കനെ എന്നാണോ പറയുന്നത്? ആ അമ്മമാരിക്കൽ ആദ്യം ഈ പണി കാണിക്കുന്നത്, അപ്പന്മാരിക്കൽ ചെയ്ത വേറെ പറയും. അപ്പോഴേ നിങ്ങൾക്ക് അടിമുടി അങ്ങ് പെരുത്ത് വരത്തില്ലയോ? രക്തമെല്ലാം കൂടെ തിളച്ച് പത്ത് ചുണ്ടും കടിച്ച് ഇപ്പൊ നിന്നെ കിട്ടിയതൊന്നും ഞാൻ കൊന്നേരാടാന്ന് പറയത്തില്ലേ? കൈ കിട്ടുന്ന സാധനത്തിൽ ഏറെ അറിയത്തില്ലയോ? മിക്കപ്പോഴും സ്ത്രീകൾ ഞാൻ കൊള്ളില്ല, ആ പിള്ളേർ ഓടിക്കളയും. എന്നാലും ഒരേറെ അറിയത്തില്ലേ നിങ്ങള്? അപ്പൊ നിങ്ങൾക്ക് കണ്ടില്ല വന്ന് ദേഷ്യമെല്ലാം കൂടെ നിന്നെ ഇപ്പൊ കൊന്നേരാടാന്ന്. നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ? ഒന്നാ നിങ്ങളെ പോലീസ് പിടിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ല. അതല്ലേ സ്ഥിതി? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചോ. ഈ പിള്ളേരുടെയൊക്കെ ചിന്ത, പിള്ളേർ ജനിച്ചപ്പോഴേ മൊത്തം പിള്ളേരായിരുന്നല്ല. അവർക്ക് അത്ര വലിയ പിടിയില്ല ഇവർ ജനിച്ചപ്പോൾ തീരെ കൊച്ചു പിള്ളേരായിരുന്നൊന്നും. അല്ലെ, ഈ പിള്ളേരെ വളർത്ത് വലിയ പാടാണെന്നുള്ളത് അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാമല്ലോ. ഞാനും 3 പിള്ളേരെ വളർത്തിയതാണ്. ഞാനല്ല വളർത്തിയത്, എൻ്റെ ഭാര്യയാണ് വളർത്തിയത്. എന്നാലും ഞാനും ഇതൊക്കെ കണ്ട എൻ്റെ ഭാവം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ യാത്രാ പ്രസംഗം ഇതൊക്കെയായിരുന്നു. ഇപ്പൊ പിന്നെ ഞങ്ങൾ 2 കൂടാണ് യാത്ര. കാരണം പിള്ളേരൊക്കെ വലുതായി, പിള്ളേരെല്ലാം കെട്ടിച്ചു, അവർക്ക് വേറെ പിള്ളേരായി, അങ്ങനെ വളരെ കാര്യം. എന്നാലും ഈ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ തലക്കകത്ത് മുഴുവൻ പിള്ളേരല്ലേ? നിങ്ങളുടെ ജീവിതം മുഴുവൻ പിള്ളേർക്ക് വേണ്ടിയല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചില സ്ത്രീകൾക്കാണെങ്കിൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും പരമസുഖമായിട്ടും കിടന്ന് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലര് ഒരു കിടപ്പ് കിടന്നാൽ അവരുടെ ഷീറ്റ് എവിടെ പോകുന്നു എന്ന് പോലും പറയാൻ മേലത്തെ ചില മനുഷ്യരുണ്ട്. പെട്ടെന്ന് ഒരു ഉരുളച്ചുരുണ്ടാൽ അങ്ങനെ കിടക്കുന്ന ഒത്തിരി മനുഷ്യരില്ലേ? അങ്ങനെയുള്ള സ്ത്രീ ഒന്ന് പ്രസവിച്ചാൽ പള്ളക്കി ഈ കൊച്ചു കിടക്കുമ്പോഴേ പണ്ടത്തെ ഉരുളിച്ച് ഉരുളു
പണ്ടത്തെ ഉരുളിച്ച് നിങ്ങൾ ഉരുണ്ടെങ്കിൽ കൊച്ചന്ന് രാത്രി തീർന്നേനല്ല. കണ്ടില്ലേ? അപ്പോഴേ നിങ്ങൾക്കൊരൊറ്റ ദിവസം കൊണ്ടുണ്ടായ വ്യത്യാസം നോക്കി. സ്തോത്രം. ഉറക്കം ഭയങ്കര ഇഷ്ടമാണെങ്കിലും കൊച്ചൊന്ന് മൂളിയാവണേ നിങ്ങൾ ഉണരണ്ടേ? വേണ്ടേ? കൊച്ചിടയ്ക്കിടയ്ക്ക് മുള്ളും. ഈ മുള്ളുമ്പോ എന്നാ രാവിലെ എല്ലാം കൂടെ എടുത്തു കളയാന്ന് പറഞ്ഞാണോ നിങ്ങൾ കിടക്കുന്നത്? ഓർമ്മയില്ല. ഇപ്പോഴല്ലേ പാമ്പേഴ്സും സൂത്രവും ഒക്കെ ഉണ്ടായത്. അതും കാശുള്ളവരല്ലേ പാമ്പേഴ്സും സൂത്രവും ഒക്കെ ഉണ്ടായത്. ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും തുണിയിട്ടല്ലേ നമ്മൾ നടത്തുന്നത്. കണ്ടില്ലേ? ഇതിന് ഒന്ന് തറ നിൽക്കാൻ പരുവാകുന്നിടം വരെ നിങ്ങൾ പെട്ട പാടൊന്ന് ആലോചിച്ച് നോക്കി. മൃഗത്തിന്റെ കുട്ടിയാണെങ്കിൽ അത് പെറ്റിട്ട് സ്വല്പം കഴിയുമ്പോ അത് തന്നെത്താൻ എഴുന്നേറ്റു തീറ്റയും തിന്ന് പോയി. കൊച്ചി മനുഷ്യന്റെ കൊച്ച് അങ്ങനെ ജീവിക്കോ? ഒന്ന് ആലോചിച്ച്. തന്നെ ഒന്ന് ഇച്ചിരി പൈസ ഉണ്ടാക്കി ഒന്ന് ഉപജീവിക്കാൻ പ്രായമാകുന്ന വ്യക്തി 18 വയസ്സിന് മുമ്പ് ജോലി ചെയ്യാൻ നമ്മുടെ സർക്കാർ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് അത് ചൈൽഡ് ലേബർ ആയില്ലേ? ഒരു പ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും. നാടിനോട് പറയാനുള്ള ദൂത് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് ആത്മാവിന്റെ ഒരു നിയോഗം പറഞ്ഞിട്ട് പോകാനുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ച വചനത്തിന്റെ സത്യം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കും. ജീസസ്. ഓ ഈ നാട്ടിൽ ജനം അറിയട്ടെ നിങ്ങളുടെ മേലൊരു ആത്മസാന്നിധ്യം തങ്ങുന്നു. ദൂരെ ഒരിടത്ത് പോയിട്ട് എവിടെങ്കിലും ഇത് തിരക്കി എനിക്ക് എവിടെ കിട്ടും എന്ന ചോദ്യം നിർത്തിയിട്ട് എന്റെ അയൽപ്പക്കത്ത് ദൈവമഹത്വം ഇറങ്ങിയ പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്, ഇന്നാരുണ്ട് എന്ന് പറയത്തക്കതാണ് ഒരു വ്യത്യാസം നമ്മുടെ മേൽ വരുവാൻ ഇതിനകത്ത് ചില ദൈവാലയങ്ങൾ തയ്യാറാണ്. ദേശത്തെ ദുഷ്ടാധിപത്യം നിങ്ങളെ കണ്ടിട്ട് വഴിമാറിപ്പോകുന്ന ഒരു സ്ഥിതിക്ക് അതാളെ ഗോപുരത്തിന് നിങ്ങളെ കണ്ടാൽ പേടി തോന്നുന്ന ഒരു സ്ഥിതിക്ക് ഒന്ന് വിശുദ്ധീകരിച്ചു കൊടുക്കുമെന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പ്രബോധിപ്പിച്ചു പറയും. ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾക്കൊരു കമ്മീഷൻ തന്നിട്ട് പോകുവാൻ ആത്മാവിന്റെ അരുളപ്പാടുള്ളതിനാൽ ദേശത്തോട് പറഞ്ഞ വചനത്തിന്റെ ബാക്കി നിങ്ങളുടെ ശരീരത്തിലൂടെയും നാളത്വത്തിലൂടെയും ദേശത്ത് നിവർത്തിക്കുവാൻ നിൽക്കുന്ന നിൽപ്പിൽ തീരുമാനിക്കുക. കണ്ണുകളടച്ചാൽ അല്പസമയം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുക. ആത്മാവെ, ഈ പുതുവഴി, മഹത്വമുള്ള ഈ പുതുവഴി എന്റെ മേൽ ഇത് രാത്രി എന്നെ മഹത്വത്തോടെ സ്ഥാപിക്കണമേ. യേശുവേ, യേശുവേ. ഹൃദയങ്ങളെ തുറന്ന് അല്പസമയം പ്രാർത്ഥിക്കുക. ദേശത്തിൽ ദൈവജനത്തെ വേണമെന്ന് അത്യാവശ്യമാണ്. ദേശത്തിൽ ദൈവജനത്തെ വേണം. നിങ്ങളെ ജനം നോക്കിയിരിക്കുന്നു. കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജനം നിങ്ങളെ നോക്കിയിരിക്കുന്നു. ഒഴിഞ്ഞ ജീവിതം നിർത്തൂ. ശൂന്യമായ ആത്മമണ്ഡലം നിർത്തിവെക്കൂ. ആത്മനിയോഗമുള്ളവർ ആത്മാവിൽ സ്തോത്രം ചെയ്യുമോ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രി യോഗം അവസാനിക്കുന്നു. പക്ഷേ ഈ ദേശത്തെ അന്തരീക്ഷത്തിന്റെ മേൽ ചേർന്നിരിക്കുന്നവർ ആത്മശബ്ദം ഇന്ന് രാത്രി അന്തരീക്ഷ
ദൈവം